ശരണം ശരണം ഗച്ഛാമി. ഡിസംബർ മാസത്തെ പ്രതിമാസ പ്രാർത്ഥന 2024 ഡിസംബർ 1 മുതൽ 2025 ജനുവരി 1 വരെ ഈ പ്രതിമാസ പ്രാർത്ഥന ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും പരംജിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കണമെന്ന് ഞങ്ങളുടെ പിതൃവ്യ ടീച്ചറും മോട്ടിവേറ്ററുമായ ഭാരതി മാജിയോട് അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥന ചെയ്യുന്നതിനുള്ള 8 വാക്യങ്ങൾ: പരമം ശരണം ഗച്ഛാമി, ഹംസം ശരണം ഗച്ഛാമി, അദ്വൈതം ശരണം ഗച്ഛാമി, ആനന്ദം ശരണം ഗച്ഛാമി, ചരണം ശരണം ഗച്ഛാമി. ഹേ പരംജി, എന്നിൽ കൃപയുണ്ടാകണമേ. പരംജി, ഞാൻ അങ്ങയുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു. പരംജി, 2024 അവസാന മാസമായ ഡിസംബറിലെ ഈ പ്രതിമാസ പ്രാർത്ഥനയിൽ അങ്ങയുടെ ശക്തി നൽകിയാലും ഈ പ്രാർത്ഥന ചെയ്യുന്നതിലൂടെ ഈ മാസം മുഴുവൻ വളരെ സന്തോഷകരമായിരിക്കട്ടെ. ഈ മാസം വരുന്ന എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും പിതൃവ്യ ചെയ്യുന്നതിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ സന്തോഷകരമായിരിക്കട്ടെ. പരംജി, ഈ വരുന്ന മാസം എൻ്റെ ബിസിനസ്സിനും ജോലിക്കും വളരെ ശുഭകരമായിരിക്കട്ടെ. എൻ്റെ വരുമാനം വർദ്ധിക്കുവാനുള്ള മാർഗങ്ങൾക്കായി അങ്ങയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. കഠിനാധ്വാനത്തിലൂടെ ഞാൻ സമ്പാദിച്ച പണം രോഗം, ചികിത്സാ ചെലവുകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് ദുരുപയോഗം എന്നിവയാൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഏതെങ്കിലും കാരണത്താൽ എടുത്ത വായ്പകൾ ഉടനെ തീർപ്പാക്കാനും കുടുങ്ങിക്കിടക്കുന്ന പണം ഉടനെ തിരികെ ലഭിക്കാനും മാന്ദ്യമോ മത്സരമോ കാലാവസ്ഥയോ എൻ്റെ ബിസിനസ്സിലോ ജോലിയിലോ മോശം സ്വാധീനം ചെലുത്താതെയും അങ്ങ് എന്നെ കാക്കേണമേ. എനിക്ക് നേരായ രീതിയിൽ സമ്പാദിക്കാനും ശരിയായി ചിലവഴിക്കുവാനും അതിൽ കുറച്ച് പണം ലാഭിക്കാനും വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം പിതൃവ്യ പ്രൊമോഷന് വേണ്ടി ചിലവഴിക്കാനും എനിക്ക് ശക്തിയും അനുഗ്രഹവും നൽകിയാലും പരംജി. കൃഷിയിലും മൃഗസംരക്ഷണത്തിലും പിതൃവ്യ ചെയ്യുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് നടക്കുന്ന ലൈവ് ഓൺലൈൻ ഓഫ്ലൈൻ പിതൃവ്യ ലക്ഷ്മി സമൃദ്ധി ക്ലാസ്സിൽ ഞാൻ തീർച്ചയായും പങ്കെടുക്കും. കൂടാതെ ഗൂഗിൾ മീറ്റിൽ നടക്കുന്ന പിതൃവ്യ ലക്ഷ്മി സമൃദ്ധി അനുസന്ധാൻ ക്ലാസ്സിലും ഞാൻ പങ്കെടുക്കും. പരംജി, മാറുന്ന കാലാവസ്ഥ, ശീതകാലത്തിൻ്റെ ദോഷഫലങ്ങൾ, ദുരന്തങ്ങൾ, ജലദോഷം, ചുമ, അണുബാധ, മറ്റ് കാലാവസ്ഥ സംബന്ധമായ രോഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഞാൻ പരം വിഭൂതി ധരിക്കുകയും പരം ശക്തി വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കുകയും പരം എണ്ണ ഉപയോഗിക്കുകയും ചെയ്യും. പരമാവധി ആരോഗ്യ ആനുകൂല്യങ്ങൾക്കായി മാസത്തിലെ അവസാന ഞായറാഴ്ച, അതായത് 29 ഡിസംബർ 2024 വൈകുന്നേരം 7 മണിക്ക് പിതൃവ്യ പ്രതിമാസ രോഗ പ്രതിരോധ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കും. കൂടാതെ ഗൂഗിൾ മീറ്റിലെ പിതൃവ്യ രോഗ പ്രതിരോധ ഗവേഷണ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിലൂടെ മാസം മുഴുവൻ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി പരമാവധി ആരോഗ്യം നിലനിർത്താനുള്ള ശക്തി ഞാൻ എടുക്കും. പൂർവികരുടെ അനുഗ്രഹം കുടുംബത്തിൽ നിലനിൽക്കട്ടെ. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. പൂർവികർ സന്തോഷവരാകുകയും സന്തതികളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കൂടാതെ
മറ്റു വിധത്തിലുള്ള പിതൃദോഷമോ വിധിദോഷമോ സാഹചര്യദോഷമോ ദൃഷ്ടിദോഷമോ ഉണ്ടാകാതിരിക്കാൻ ഞാൻ തീർച്ചയായും ഡിസംബർ 30, 2024 നടക്കുന്ന പിതൃവൈ അമാവാസി ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കും. അതിലൂടെ എതിരാളികളുടെ ദോഷഫലങ്ങൾ, ഗ്രഹദോഷങ്ങൾ, വാസ്തുദോഷങ്ങൾ, കാലസർപ്പദോഷങ്ങൾ എന്നിവ തടയാനും സാധിക്കുന്നു. പരമാവധി ആനുകൂല്യങ്ങൾക്കായി ഞാൻ പിതൃവൈ അമാവാസി ഗൂഗിൾ മീറ്റ് ക്ലാസ്സും എത്രയും വേഗം എൻ്റെ വീട്ടിൽ സംഘടിപ്പിക്കും. പരംജി, പിതൃവൈ ചെയ്യുന്നതിലൂടെ ഞാൻ വളരെ ആത്മവിശ്വാസമുള്ളവരാകുന്നു. പിതൃവൈ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എൻ്റെ ആശയവിനിമയ കഴിവുകൾ വികസിക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും നടക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും ഞാൻ സ്ഥിരമായി പങ്കെടുക്കുകയും മറ്റുള്ളവരെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ അറിയിക്കുകയും ചെയ്യും. അതുവഴി എനിക്ക് പബ്ലിസിറ്റിയുടെ ശക്തിയും മറ്റ് ആളുകൾക്ക് പിതൃവൈ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതം സന്തോഷകരമാക്കാനുള്ള മാധ്യമവും ലഭിക്കും. പരംജി, ഞാൻ പിതൃവൈ പഠിപ്പിച്ച ആളുകൾക്ക് ധാരാളം ജോലികൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പരംജിയുടെ പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കുന്നു. കൂടെ എനിക്കും ആത്മസംതൃപ്തി, ജനപ്രീതിയും ലഭിക്കുന്നു. പരംജി, എനിക്ക് വാക്കുകൾ, സംസാരം, മനോവീര്യം എന്നിവ തരൂ. അതുവഴി പിതൃവൈ ക്ഷണക്കാർഡുകളിലൂടെയും ഗുഡ് ലക്ക് കാർഡുകളിലൂടെയും എനിക്ക് പിതൃവൈയെ വിപുലമായി ഇടയിലേക്ക് എത്തിക്കുവാൻ കഴിയും. പിതൃവൈ വെൽഫെയർ ഫൗണ്ടേഷൻ യൂട്യൂബ് ചാനൽ, പിതൃവൈ NCR ഇന്ത്യ ഫേസ്ബുക്ക് എന്നിവയിൽ എല്ലാ ദിവസവും രാവിലെ 11 മണിക്കും വൈകിട്ട് 7 മണിക്കും നടക്കുന്ന പിതൃവൈ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളെക്കുറിച്ച് ഞാൻ പരമാവധി ആളുകളെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പരംജി, എൻ്റെ വിദ്യാർത്ഥി ജീവിതം, എൻ്റെ കുട്ടികളുടെ വിദ്യാർത്ഥി ജീവിതം, കരിയർ വളരെ വിജയകരവും സന്തോഷകരവുമായിരിക്കട്ടെ. പരീക്ഷകളിൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. അധ്യാപകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പരമാവധി പിന്തുണ ലഭിക്കട്ടെ. നന്നായി പഠിക്കാൻ കഴിയട്ടെ. പിന്നെ ദിവസവും വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥനകൾ വായിക്കാനും കഴിയട്ടെ. ഈ പുതിയ സെഷൻ വളരെ സന്തോഷകരവും വിജയകരവുമായിരുന്നു. ആദ്യ ഞായറാഴ്ച 1 ഡിസംബർ 2024 വൈകിട്ട് 7 മണിക്ക് പിതൃവൈ പ്രതിമാസ സ്കിൽ സ്റ്റുഡൻറ്റ് ക്ലാസ്, പിതൃവൈ സ്കിൽ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്ക്, പിതൃവൈ സ്കിൽ സ്റ്റുഡൻസ് റിസർച്ച് ക്ലാസ് മൂന്നാമത്തെ വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ഗൂഗിൾ മീറ്റിൽ ഞാൻ ചെയ്യും. ക്ലാസ്സുകളിൽ പങ്കെടുത്ത് എൻ്റെ ശക്തി വീണ്ടെടുക്കുന്നത് തുടരും. പരംജി, ഈ മാസം പരമാവധി പ്രയോജനം നേടുന്നതിന് പിതൃവൈ ചെയ്യുന്നതിലൂടെ ഡിസംബർ മാസത്തിൽ വരുന്ന എല്ലാ ഉത്സവങ്ങളും വളരെ ആസ്വാദ്യകരമാക്കാൻ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. പിതൃവൈ ഗീതാ ജയന്തി ഉത്സവം 18 ദിവസം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിന് എല്ലാ പ്രത്യേക ക്ലാസ്സുകളിലും ഈ മാസം മുതൽ തീർച്ചയായും ഞാൻ പങ്കെടുക്കും. ഈ മാസം ഞാൻ തീർച്ചയായും പിതൃവൈ ചതുർത്ഥി ക്ലാസ്, പിതൃവൈ ഏകാദശി ക്ലാസ്, പിതൃവൈ പൂർണിമ ക്ലാസ്, പിതൃവൈ പ്രതിമാസ ശിവരാത്രി ക്ലാസ്, പിതൃവൈ അമാവാസി ക്ലാസ് കൂടാതെ മറ്റെല്ലാ ഉത്സവ ക്ലാസ്സുകളിലും ഞാൻ പങ്കെടുക്കും. പരംജി, അങ്ങയുടെ കൃപയാൽ നവംബർ മാസവും
5 ദിവസത്തെ ദീപാവലിയും മറ്റെല്ലാ ഉത്സവങ്ങളും വളരെ മനോഹരമായിരുന്നു. കൂടാതെ 2024 പിതൃബലി ചെയ്യുന്നതിലൂടെ എനിക്ക് ലഭിച്ച സുഖകരമായ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പരംജി, നന്ദി പരംജി, നന്ദി പരംജി. ഈ 2024 വർഷത്തിലെ മനോഹരമായ അനുഭവങ്ങൾ പൈതൃക ഡയറിയിലും വർഷത്തിലെ ഈ അവസാന മാസത്തിലും ഞാൻ എഴുതും. പരംജിയോട് നന്ദി പറയാൻ, വരുന്ന വർഷം സന്തോഷകരമാക്കാനും പരമാവധി പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു P3Y അനുഭവ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഉണ്ടാക്കി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. പരംജി പതിവായി P3Y ചെയ്യുന്നതിലൂടെ ഈ ഡിസംബർ മാസം മുൻ മാസത്തേക്കാൾ സന്തോഷകരമായിരിക്കട്ടെ. എൻ്റെ ആഗ്രഹം നിറവേറ്റിയാലും ആഗ്രഹം സാധിച്ചാലുടൻ വഴിപാട് തുക അത് ഏത് കറൻസിയിൽ സമ്പാദിച്ചാലും ഞാൻ പരംജിക്ക് നൽകും. 1 ലിറ്റർ വെള്ളവും 1 പുഷ്പവും ഞാൻ പരംജിക്ക് അർപ്പിക്കും. ആഗ്രഹം സഫലമായാലുടൻ ഈ മാസം 11 പുതിയ ആളുകളെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഞാൻ P3Y പഠിപ്പിക്കും. ഞാൻ പരംജിയോട് അഭ്യർത്ഥിക്കുന്നു, ഈ ഡിസംബർ മാസത്തെ താങ്കളുടെയും എൻ്റെയും സന്തോഷകരമായ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ. ചരണം ശരണം ഗച്ഛാമി.